ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അങ്ങേക്ക് 5 മിനിറ്റ്. സാർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുകയാണ്. സാർ, ക്ഷാമകാലത്ത്, ദുരിതകാലത്ത് ഒരു ക്ഷേമ ബഡ്ജറ്റും ജനപ്രിയ ക്ഷേമഭരണം നടത്തുന്ന ഒരു ഗവൺമെൻറ്റും എന്ന നിലയിൽ ഈ ഗവൺമെൻറ് കാലവും ചരിത്രവും തങ്കലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒന്നായി മാറും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. കാരണം നമുക്കറിയാം, നീതി ആയോഗിൻ്റെ രേഖകൾ പ്രകാരം ഈ രാജ്യത്ത് ഏറ്റവും മികച്ച ഭരണം നടക്കുന്ന സംസ്ഥാനമായി കേരളം തീരുമാനിക്കപ്പെട്ടു, തെരഞ്ഞെടുക്കപ്പെട്ടു. സാർ, വ്യവസായ സംരംഭകത്തിൻ്റെയും സംരംഭക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഏറ്റവും മികച്ച സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ അടിസ്ഥാന കാര്യങ്ങളായ പൊതുവിദ്യാഭ്യാസത്തിലും പൊതു ആരോഗ്യ മേഖലയിലുമൊക്കെ അടക്കം ഏറ്റവും സമാനതകളില്ലാത്ത മുന്നേറ്റം നമുക്ക് കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ തത്വങ്ങളാകെ ബലികഴിച്ച് എല്ലാ അർത്ഥത്തിലും ഈ ഗവൺമെന്റിനെയും ഈ ഭരണ സംവിധാനത്തെ കഴുത്തുഞെരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് എല്ലാത്തിനെയും എതിർക്കും, തടയും, അനുവദിക്കില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉരുവിടുന്ന ഒരു പ്രതിപക്ഷവും നിലവിലുള്ളപ്പോഴാണ് സാർ ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമെന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇന്ന് പ്രധാനമായും 5 വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകളാണ് ഇവിടെയുള്ളത്. ഇതേക്കുറിച്ചെല്ലാം പരാമർശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയപരിധി മൂലം അതൊന്നും പോകുന്നില്ല. നമ്മുടെ കൃഷിഭൂമികളിൽ, വനമേഖലയിലുള്ള കൃഷിഭൂമികളിൽ അവ വെട്ടിത്തെളിച്ച് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി കൃഷിയും അതോടൊപ്പം കാർഷികാധിഷ്ഠിത വ്യവസായവും ഒക്കെ നടത്തി ആ ഉൽപ്പന്നങ്ങളൊക്കെ തുറമുഖത്ത് എത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഈ സമയ പരിമിതിക്കുള്ളിൽ അതിനൊന്നും മുതിരുന്നില്ല. സാർ, എങ്കിലും എല്ലാ വകുപ്പുകളെയും കുറിച്ച് ചുരുങ്ങിയ കാര്യങ്ങൾ പരാമർശിക്കാനും ആഗ്രഹിക്കുന്നു. വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കേരളത്തിൻ്റെ ആധുനികതയിലേക്കും വളർച്ചയിലേക്കുമുള്ള വലിയ പാതയാണ് അതിലൂടെ വെട്ടിത്തെളിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. 1.5 ലക്ഷം കോടി രൂപയുടെ പുതിയ നിക്ഷേപത്തിന്റെ ധാരണാപത്രത്തിലേക്ക് എത്താൻ കഴിഞ്ഞ 374ഓളം കമ്പനികൾ, 26 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒക്കെ പങ്കെടുത്ത ആ ശ്രദ്ധേയ സംഭവം കേരളത്തിന്റെ മുന്നേറ്റത്തിൽ വലിയ കുതിപ്പിന് ഊർജം നൽകുന്നതാണ്. സാർ, നമ്മുടെ പ്രവാസികളായ ആളുകൾ വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി പോയുന്ന മുഴുവൻ ആളുകളോടും മടങ്ങിവാ മക്കളെ എന്നീ നാട് മാടി വിളിക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സാർ, അതോടൊപ്പം 1-2 കാര്യങ്ങൾ കൂടി വ്യവസായ മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, വ്യവസായത്തെയും അടക്കം ഏറ്റവും അധികം വളർത്താൻ കഴിയുന്ന എൻ്റെ നിയോജകമണ്ഡലത്തിൽ വരുന്ന എരുമേലി എയർപോർട്ടിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുവാനായിട്ട് ശ്രമമുണ്ടാവണമെന്നും, അതുപോലെ തന്നെ നിയമമന്ത്രി എന്നുള്ള നിലയിൽ കൂടി അഭിഭാഷക ക്ഷേമനിധിയുടെ വർധനവ് കൂടി കണക്കാക്കിക്കൊണ്ടുള്ള ഭേദഗതി പാസ്സാക്കിക്കൊണ്ട് അഭിഭാഷക ക്ഷേമനിധി വർദ്ധിപ്പിക്കണമെന്നുള്ളതും കൂടി വ്യവസായ നിയമമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. സഹകരണ മേഖലയുമായി പരാമർശിക്കുമ്പോൾ നമ്മുടെ സഹകരണ മേഖല സമാനതകളില്ലാത്ത മുന്നേറ്റങ്ങൾ, ഇതിനെ ഞെരുക്കാനും തകർക്കാനുമുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം പോലെയുള്ള ചരിത്രപരമായ നേട്ടം ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലാവുന്ന വികസനത്തിന് സാക്ഷ്യം വഹിച്ച ഒരു കാലം എന്നുള്ളതും എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, കൃഷിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ സമയപരിമിതി മൂലം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ഫലവൃക്ഷ കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു പൂഞ്ഞാർ ക്ലസ്റ്റർ അനുവദിച്ച ബഹുമാന്യനായ മന്ത്രിയോടുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണെന്നും, ഞങ്ങൾ കൃഷിയിലേക്ക് എന്നുള്ള ഒരൊറ്റ പദ്ധതിയിലൂടെ മാത്രം കേരളത്തെ മുഴുവൻ ഒരു കാർഷിക സമൃദ്ധിയിലേക്ക് നയിക്കാൻ ആവശ്യമായ അടിത്തറയൊരുക്കാൻ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം എങ്കിലും റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വിലസ്ഥിരതാ ഫണ്ട് വർധനവടക്കമുള്ള ആ റബ്ബർ കർഷകരുടെ നിരന്തരമായ ആവശ്യത്തിന് ഒരു പ്രസക്തി കൊടുക്കുവാനും ആ ആവശ്യം അംഗീകരിക്കപ്പെടുവാനുള്ള ഇടപെടലുണ്ടാവണമെന്നുള്ളൊരു അഭ്യർത്ഥനയും, അതുപോലെ തന്നെ കാർഷിക പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ ഭൂനികുതി വർധനവ് പിൻവലിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ള ആവശ്യവും കൂടി മുന്നോട്ട് വെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വനമേഖലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സാർ, തീർച്ചയായിട്ടും വനം വകുപ്പിനെ പലരും കല്ലെറിയുമ്പോഴും എനിക്ക് കുറേയേറെ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. സാർ, കേരളത്തിൽ ആദ്യമായി ഒരു നിയോജക മണ്ഡലത്തിന്റെ വനാതിർത്തി 30 കിലോമീറ്റർ മുണ്ടക്കയം, കോരുത്തോട്, എരുമേലി പഞ്ചായത്തുകളിലായി വരുന്ന വനാതിർത്തി പൂർണ്ണമായും കിടങ്ങും ഫെൻസിങ്ങും സോളാർ ഫെൻസിങ്ങും അടക്കം നടപ്പിലാക്കിക്കൊണ്ട് പൂർണ്ണമായും ഫെൻസ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കിയ മന്ത്രിയെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു RRT അനുവദിക്കുകയും EDC ഹാൾ അനുവദിച്ച് യാഥാർത്ഥ്യമാക്കുകയും അതുപോലെ തന്നെ പമ്പാവാലിയെയും ഏഞ്ചൽ വാലിയെയും പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് ഒഴിവാക്കിയും അടക്കമുള്ള ശ്രദ്ധേയമായ ജനക്ഷേമകരമായ വനമേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന
ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം തിരുത്താത്തിടത്തോളം കാലം മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ആരാണ് നിയമം പാസാക്കിയത്? കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരല്ലേ? പക്ഷേ എന്നിട്ടും ആ നിയമത്തിൽ ആവശ്യമായ ജനോന്മുഖമായ ഒരു ഭേദഗതി വരുത്താൻ നാളിതുവരമായ ഒരു ശ്രമം കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങളുടെയോ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മലയോര മേഖലയിൽ നിന്നുള്ള ജനപ്രതിനിധി എന്നുള്ളതിൽ ഖേദത്തോടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതുപോലെ തന്നെ മലയോര മേഖല അനുഭവിച്ച ബഫർ സോണിന്റെ വിഷയത്തിലടക്കം 10 കിലോമീറ്റർ ബഫർ സോൺ ആക്കണമെന്നുള്ള ആവശ്യവും അത് 12 വേണമെന്ന് ഹരിത MLA-മാർ ആവശ്യപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങൾ മലയോര മേഖല ഇന്നും വലിയ ദുരിതത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതും ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും ഒഴിവാക്കുന്നതിനും ആവശ്യമായ നടപടികളുമായി ബന്ധപ്പെട്ട് മലയോര മേഖല ഇന്ന് കടുത്ത ആശങ്കയിലും ദുരിതത്തിലുമാണ്. എന്റെ മണ്ഡലത്തിന്റെ തൊട്ടടുത്ത് അവസാനിപ്പിക്കും. 2 സെക്കൻഡ് ബഹുമാനപ്പെട്ട വാഴൂർ സോമൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു കടുവ വന്നു നിൽക്കുകയാണ് സാർ. എന്റെ മണ്ഡലത്തിന്റെ അതിർത്തിയിലാണ്. ഈ നിലയിൽ ആളുകൾ ഭീതിയിലായി നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഗാന്ധിജി പഠിപ്പിച്ച ഒരു സമരമാർഗമുണ്ട്, നിയമലംഘന സമരം. അതിലേക്ക് മലയോര ജനതയെ തള്ളിവിടരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി